എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് മത്തനില തോരനാണ്. പ്രത്യേകിച്ചും കർക്കിടക സമയത്തൊക്കെയാണ് നമ്മൾ ഈ മത്തനില തോരൻ തയ്യാറാക്കുന്നത്. അതുപോലെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു തോരൻ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള ഈ മത്തൻ്റെ ഇല വെച്ചിട്ടാണ് ഈ തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ കടലൊക്കെ കടന്നു വന്നിട്ടുള്ള ഈ ഒരു മത്തൻ്റെ ഇല തോരൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇത് ചെറിയതായിട്ടൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു. ഞാനിന്നും വെള്ളത്തിലൊന്ന് കുറച്ച് നേരം ഒന്ന് വെച്ചപ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂത്ത ഇലയല്ല, നല്ല കിളുന്തായിട്ടുള്ള ഇല വെച്ചിട്ട് വേണം എപ്പോഴും മത്തൻ്റെ ഇല തോരൻ തയ്യാറാക്കാൻ. കാരണം മത്തൻ്റെ ഇലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല സോഫ്റ്റ് അല്ല, കുറച്ച് റഫായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂത്ത ഇലയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് തിരുമ്മിയ ശേഷം വേണം നമുക്കത് അരിഞ്ഞെടുക്കാൻ. ഇതിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടായതുകൊണ്ട് മഞ്ഞൾപ്പൊടിയിലോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിലോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതി. ഇനി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഞാനിത് മത്തൻ്റെ ഇലയൊക്കെ നന്നായി വിടർത്തി കഴുകിയെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് നല്ല ക്ലീൻ ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം കഴുകിയെടുക്കാൻ. മണ്ണോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കി നന്നായി കഴുകിയെടുത്തിട്ടുള്ള ഇലയാണിത്. അപ്പോൾ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് മത്തൻ്റെ ഇലയിൽ. പ്രത്യേകിച്ചും കൊളസ്ട്രോൾ ലെവലൊക്കെ കുറയ്ക്കുന്നതിനും അതുപോലെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണ് മത്തൻ്റെ ഇല ശീലമാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കുറച്ചും കൂടി മൂത്ത ഇലയൊക്കെ ആണെങ്കിൽ പുറകിൽ നിന്നുള്ള ഈ നാരൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെല്ലാം നല്ല കിളുന്ത ഇല തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ നാരൊന്നും കളയുന്നില്ല. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ 4-5 ഇല ഒരുമിച്ച് വെച്ച ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. എന്നിട്ട് ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ, എങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ള ഇലയും കട്ട് ചെയ്തെടുക്കട്ടെ. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലേനെ ഒന്നും കൂടി ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. അതുപോലെ മത്തൻ്റെ ഇലയ്ക്ക് മറ്റേ ഇലേനെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് ചീരേനെയൊക്കെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടിയൊക്കെ ഒരു വേവൊക്കെ കൂടുതലാണ്. ഇങ്ങനെ ചെറുതായി അരിയുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇല കംപ്ലീറ്റ് ഒരു പാത്രത്തിലേക്ക് ചേർക്കുകയാണ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടിട്ട് കൂടുതൽ ഉണ്ടാവുമെന്ന് കരുതണ്ട. കാരണം ഇത് വെന്ത് കഴിയുമ്പോഴേക്കും ക്വാണ്ടിറ്റീൻ്റെ പകുതിയായിട്ട് മാറുന്നത് കാണാം. അപ്പോൾ ഇതൊരു നാടൻ ഡിഷായതുകൊണ്ട് തന്നെ ഞാനൊരു മൺചട്ടിയിലാണ് ഈ ഒരു തോരൻ തയ്യാറാക്കുന്നത്. ചൂടായി കിടക്കുന്ന മൺചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ നാടൻ ഡിഷിനൊക്കെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അങ്ങനെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മട്ടേരിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അരി വറുത്ത് ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ഒരു മത്തനില തോരന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നതാണ്. അരി നന്നായി എണ്ണയിലൊന്ന് വറുത്ത് വരണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് കടുകൊക്കെ ചേർക്കുന്നത്. അങ്ങനെന്താ നമ്മുടെ അരിയൊക്കെ നന്നായി മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടി വരുന്നൊരു സൗണ്ട് കേൾക്കാവുന്നതാണ്. അങ്ങനെന്താ നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ അരി നന്നായി പൊട്ടി നല്ല മൂത്ത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കടുകാണ്. അങ്ങനെ കടുകും പൊട്ടി വന്ന ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർക്കാം. അങ്ങനെ കടുകും പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് കൊച്ചുള്ളിയാണ് നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇനി ഉള്ളി നന്നായി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. സാധാരണ ഇലക്കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നത് വളരെ കുറച്ച് മതി. ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തൻ്റെ ഇല ചേർക്കാം. അതിനകത്ത് ഉള്ളിയൊക്കെ ഒരുവിധം ഗോൾഡൻ കളറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തൻ്റെ ഇല ചേർക്കാം. ഇനി നമുക്ക് ഇല പതുക്കെ എല്ലാ ഭാഗത്തേക്കും വേവുന്ന രീതിയിലേക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അങ്ങനെ
ഞാനിത് മത്തൻ്റെ ഇലയുടെ എല്ലാ ഭാഗത്തും നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി നന്നായി കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ സാധാരണ ചീരയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിൽ നിന്ന് വെള്ളമൊന്നും അങ്ങനെ ഇറങ്ങി വരുന്നതല്ല. അതുകൊണ്ടാണ് സ്ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. മത്തനില തോരനൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അരമുറി തേങ്ങ കട്ട് ചെയ്താണ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ ജീരകമാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ 2 വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 പച്ചമുളകാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ. അങ്ങനെന്താ നമ്മുടെ അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി തോരനിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അപ്പോഴേക്കും ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അടി പിടിക്കുകയുള്ളൂ. കാരണം ഇതിന്ന് അങ്ങനെ വെള്ളമൊന്നും ഇറങ്ങി വരുന്നതല്ല. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. അങ്ങനെ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയുമായിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അരപ്പിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെയാണ് നമുക്കിനി വേവിക്കേണ്ടതുള്ളൂ. ഇലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ അരപ്പും ചേർത്ത ശേഷം എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒന്ന് ആവി കയറി വരുമ്പോഴേക്കും നമ്മുടെ തോരനൊക്കെ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോഴേക്കും പച്ചമണമൊക്കെ മാറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു തോരനാണിത്. അപ്പം നന്നായി ഒന്ന് ആവി കയറി വരുമ്പോഴേക്കും നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ മത്തനില തോരന് മറ്റ് തോരനെ അപേക്ഷിച്ചിട്ട് ഒരു ചെറിയൊരു മധുരമാണുള്ളത്. അതായത് ചവർപ്പോ അതുപോലെ വേറൊന്നുമില്ല, ചെറിയൊരു മധുരമാണുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പോലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടത്തോടെ കഴിക്കുന്നതാണ്. പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾക്കും അതുപോലെ കൊളസ്ട്രോൾ ലെവലൊക്കെ ഒന്ന് കൺട്രോൾ ആവുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ തോരൻ. പ്രത്യേകിച്ചും കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു തോരൻ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഞാനത് ഈ ഒരു തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഒട്ടും അടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഒട്ടും അടി പിടിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു തോരൻ തയ്യാറാക്കാവുന്നതാണ്. പ്രത്യേകിച്ച് കർക്കിടക സമയത്താണ് പത്തില തോരൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മത്തനില തോരന്. അപ്പോൾ ഇനിയിപ്പോൾ മത്തൻ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയിട്ടും അതിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ ഇതുപോലെ തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. Thank you.